ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ധീരൻ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ജഗദീഷ്, മനോജ് കെ ജയൻ, അശോകൻ, പിന്നെ രാജേഷ്, പിന്നെ വേറെ പുതിയൊരു ആക്ട്രസസും ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂക്കകത്ത് ജഗദീഷ് പറഞ്ഞ്, എനിക്ക് ഈ കാലിൻ്റെ പുറത്ത് കാല് വെച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് ഇഷ്ടമല്ല, വളരെ അസ്വസ്ഥതയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കോളേജ് ചില സാറന്മാർ ഫോട്ടോ എടുക്കാനിരിക്കുമ്പം ഇങ്ങനെ കാലിൻ്റെ പുറത്ത് കാല് വെച്ചിരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാതെ. ഇത് കേട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ആക്ട്രസ് അവരുടെ കാല് പതിയെ അവർ താഴ്ത്തി വെച്ച്. ചിലപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പം അവരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് ചിലപ്പോൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവരാ കാലെടുത്ത് മാറ്റിയത്. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ജഗദീഷ് പറഞ്ഞ്, ചില ആളുകൾ ഇൻ്റർവ്യൂവിൽ വരുന്നത് വളരെ മോശമായിട്ടാണ് അവരിയ്ക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ കസേരയുടെ അറ്റത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് വളരെ അസ്വസ്ഥതയോടെയാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. അത് ഷൈൻ ടോമിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഈ കാലിൻ്റെ പുറത്ത് ഇങ്ങനെ കാല് വെച്ച് അതിങ്ങനെ ആട്ടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അത് മറ്റേ ഡയറക്ടർ ലാലിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഇങ്ങനെ മുന്നോട്ട് ചാഞ്ഞിരുന്ന് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദ്യം ചോദിക്കുമ്പം അത് ശ്രദ്ധിക്കാതെ വേറൊരാളോട് സംസാരിച്ച് എന്നിട്ട് ചോദ്യം മനസ്സിലായില്ല എന്ന് പറയും. എനിക്ക് തോന്നുന്നത് അത് മമ്മൂട്ടി ആയിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ജഗദീഷ് പറഞ്ഞതിൻ്റെ കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ആണെങ്കിലും അല്ലാതെ സിനിമയുടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിനും മാനേഴ്സും നമ്മൾ കാണിക്കാം. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അതും നമ്മൾ നോക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പഴയ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 80s-ലും 90s-ലൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആളുകളും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 70s, 80s, 90s ഇവർക്കൊക്കെ 2K കിഡ്സിനെയൊക്കെ വളരെ ഇപ്പോൾ അവരുടെ പ്രവൃത്തികളോടൊന്നും ഇഷ്ടമല്ല. അവരെയൊക്കെ വളരെ മോശമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കുറ്റം പറയുന്ന ഒരു സിനിമയായിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പം ഈ സിനിമയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ജഗദീഷ് ഉപയോഗിച്ചൊരു ബുദ്ധിയായിരിക്കാം ഇങ്ങനെയുള്ള ഇത്. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതായിരിക്കാം. എനിക്കറിയത്തില്ല. നമ്മളപ്പോൾ ആ സിനിമ കണ്ടാലേ നമുക്കത് മനസ്സിലാകുന്നത്. അപ്പം എല്ലാവരും ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പം എന്തായിരിക്കും ജഗദീഷ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ബായ്.